രാജൂസ് ബൈബിൾ ക്വിസിൻ്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗലാത്യ ലേഖനം 15 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും അതിനോട് കൂടിയുണ്ട്. ഓക്കെ, ക്രിസ്തുവിൽ എന്താണ് പൗലോസ് വഹിക്കുന്നത്? ഉത്തരം ചൂടടയാളം. ഒരാൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്? ചോദ്യം. താൻ അല്പനായിരിക്കെ മഹാനെന്ന് നിരൂപിച്ചു. ഓരോരുത്തൻ എന്താണ് ശോധന ചെയ്യേണ്ടത്? താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യണം. ചോദ്യം. ഗലാത്യർ 6:14 പറയുക. ഉത്തരം. എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. നാമോ ആരെ പോലെ ജനിച്ചവരാകുന്നു? ഉത്തരം. ഇസഹാക്കിനെ പോലെ. 4:28. ആരാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്? ഉത്തരം. യേശു ക്രിസ്തു. അറിയിച്ച സുവിശേഷം എന്താണ് പൗലോസ് പറയുന്നത്? ഉത്തരം. മാനുഷികമല്ല. 8-ാമത്തെ ചോദ്യം. അവകാശി സർവ്വത്തിനും യജമാനാണെങ്കിലും എന്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവനല്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ദാസനായിരിക്കുന്നിടത്തോളം, ശിശുവായിരിക്കുന്നിടത്തോളം ശ്രേഷ്ഠനല്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോസ്തലൻ ഗലാത്യർക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഉത്തരം. അവർ ദിവസങ്ങളും കാലങ്ങളും ആഴ്ചകളും മാസങ്ങളും അനുഷ്ഠിക്കുന്നു. 10-ാമത്തെ ചോദ്യം. പൗലോസ് പത്രോസിൻ്റെ കൂടെ എത്ര നാൾ പാർത്തു? ഉത്തരം. 15 ദിവസം. 11-ാം ചോദ്യം. മുകൾ പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ട ഏക അപ്പോസ്തലൻ? ഉത്തരം. യാക്കോബ്. 12-ാമത്തെ ചോദ്യം. പൗലോസ് എന്തിനാണ് പത്രോസിനെ വഴക്ക് പോയത് പരിചയപ്പെടാൻ? യെരുശലേമിൽ നിന്ന് പൗലോസ് എങ്ങോട്ടാണ് പോയത്? സുറിയ, കിലിക്യ. അടുത്ത ചോദ്യം. ഇന്ന് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട്. പൗലോസ് പത്രോസിനെ എതിർത്തുന്നത് എന്തുകൊണ്ട്? പൗലോസ് വരുന്നതിന് മുമ്പേ പത്രോസ് ജാതികളോടുകൂടി തിന്നു കുടിച്ചു. എന്നാൽ പത്രോസിനെ കണ്ടപ്പോൾ അവൻ മാറി നിന്നു. അതുകൊണ്ട്.